നമസ്കാരം. പ്രവാസികളെ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ പരിചരണകർക്കുള്ള കുറഞ്ഞ വേതനം 2 ഘട്ടങ്ങളായി വർദ്ധിപ്പിക്കും. വരും വർഷങ്ങളിൽ നഴ്സുമാരുടെ കുറഞ്ഞ വേതനം 2 തവണകളായിട്ടാണ് വർദ്ധിപ്പിക്കുന്നത്. തൊഴിൽ മന്ത്രാലയത്തിന്റെയും ആരോഗ്യ മന്ത്രാലയത്തിന്റെയും പദ്ധതികൾ പ്രകാരം ജർമ്മനിയിലെ പരിചരണ തൊഴിലാളികൾക്കുള്ള ഏറ്റവും കുറഞ്ഞ വേതനം വരും വർഷങ്ങളിൽ വർദ്ധിപ്പിക്കുമെന്നാണ് അറിയിച്ചത്. നഴ്സിംഗ് അസിസ്റ്റന്റുമാരുടെ ജോലിക്കുള്ള കുറഞ്ഞ വേതനം 2026 ജൂലൈ 1 നിലവിലുള്ള മണിക്കൂറിന് 16.10 നിന്ന് 16.52 യൂറോയായി വർദ്ധിപ്പിക്കും. തുടർന്ന് ഒരു വർഷത്തിന് ശേഷം 2027 ജൂലൈ 1 16.95 യൂറോയായും കൂടും. കുറഞ്ഞത് ഒരു വർഷത്തെ പരിശീലനമുള്ള യോഗ്യതയുള്ള നഴ്സിംഗ് അസിസ്റ്റന്റുമാർക്ക് കുറഞ്ഞ വേതനം നിലവിലുള്ള 17.35 യൂറോയിൽ നിന്ന് മണിക്കൂറിന് 17.80 യൂറോയായും ഇതേ കാലയളവിൽ 18.26 യൂറോയായും ഉയർത്തും. നഴ്സിംഗ് ജീവനക്കാർക്ക് 2026 20.50 യൂറോയിൽ നിന്ന് 21.03 യൂറോയായും വർധനവ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതേസമയം രണ്ടാം ഘട്ടത്തിൽ ഇത് 21.58 യൂറോയായിട്ടാണ് വർദ്ധിപ്പിക്കുന്നത്. പരിചരണ സൗകര്യങ്ങൾക്ക് കുറഞ്ഞ വേതനവും ബാധകമാണ്. ജർമ്മനിയുടെ ദേശീയ നിയമപരമായ മിനിമം വേതനം നിലവിൽ മണിക്കൂറിന് 12.82 യൂറോയാണ്. എന്നാൽ ചില വ്യവസായങ്ങളിലെ തൊഴിലാളികളെ നഴ്സിംഗ് അസിസ്റ്റന്റുമാർക്കും നഴ്സിംഗ് സ്റ്റാഫിനും പോലുള്ള കൂടുതൽ റോൾ നിർദ്ദിഷ്ട മിനിമം വേതനത്താൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. നിലവിൽ ഏകദേശം 1.3 ദശലക്ഷം കെയർ തൊഴിലാളികൾ കെയർ ജോലികൾ ചെയ്യുന്നുണ്ട്. ഇവർക്കാണ് ഇതിന്റെ വർധനവ് ലഭിക്കുന്നത്. ഡ്യൂസൽഡോഫിൽ ബുധനാഴ്ച പുലർച്ചെ നടന്ന ട്രാം അപകടത്തിൽ 13 പേർക്ക് പരിക്കേറ്റു. പടിഞ്ഞാറൻ ജർമ്മനിയിലെ ഡ്യൂസൽഡോഫിന്റെ തെക്ക് ഭാഗത്ത് ഒരു ട്രാം പാളത്തിൽ നിന്നും തെന്നി മാറിയതിനെ തുടർന്നാണ് അപകടം സംഭവിച്ചത്. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ജർമ്മനിയിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഫ്രാങ്ക്ഫർട്ടിലെ ഇന്ത്യൻ ക്രിസ്തീയ സഭകളുടെ അതായത് സീറോ മലബാർ സഭ, സീറോ മലങ്കര സഭ, യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭ, മാർത്തോമ സഭ, ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന എക്യൂമെനിക്കൽ കരോൾ സന്ധ്യ നവംബർ 30 ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ഫ്രാങ്ക്ഫർട്ട് പ്രിയൂങ്ങസ്ഹൈമിലെ സെന്റ് ക്രിസ്റ്റോഫറസ് പള്ളിയിൽ നടക്കും. യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ അഭിമന്യ ഡോക്ടർ മോർ അന്തിമോസ് മാത്യൂസ് മെത്രാപ്പൊലീത്ത, ഫ്രാങ്ക്ഫർട്ടിലെ ഇന്ത്യൻ കോൺസുൾ ഭൂപേന്ദ്ര സിംഗ് നിഖുർപ്പ, ഫ്രാങ്ക്ഫർട്ട് സിറ്റിയിലെ കത്തോലിക്ക പള്ളികളുടെ ചുമതല വഹിക്കുന്ന മിഷേൽ ടൂൺ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഇന്ത്യയിൽ നിന്നുള്ള സഭകളുടെ കൂട്ടായ്മയിൽ സീറോ മലങ്കര സഭയുടെ കോർഡിനേറ്റർ ഫാദർ സന്തോഷ് തോമസ് ചീഫ് കോർഡിനേറ്ററും മറ്റ് സഭാ വികാരിമാർ പ്രതിനിധികളുമായി അംഗങ്ങളുള്ള കമ്മിറ്റിയാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. കരോൾ സന്ധ്യയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. മുക്കാടൻ എന്ന അപരനാമത്തിൽ ചെറുകഥകളും നോവലും എഴുതുന്ന ജർമ്മൻ മലയാളി എഴുത്തുകാരൻ എഡ്വേർഡ് നസ്രത്തിന്റെ കാർണിവൽ എന്ന നോവൽ ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ പാഠപുസ്തകമായി അംഗീകരിച്ചു. 600 വർഷത്തിലേറെ പഴക്കമുള്ള ഹെർമാൻ ഗുണ്ടർട്ട് പഠിച്ച ജർമ്മനിയിലെ ട്യൂബിംഗൻ യൂണിവേഴ്സിറ്റിയിലെ മലയാളം വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കാണ് കാർണിവൽ എന്ന നോവൽ പാഠപുസ്തകമായത്. മലയാളത്തിലും ജർമ്മൻ ഭാഷയിലും ഒരേ സമയം നോവൽ പ്രസിദ്ധീകരിച്ചത് സ്ഥിതി പബ്ലിക്കേഷൻസ് ആണ്. നോവലിന്റെ 2 പതിപ്പും യൂണിവേഴ്സിറ്റി സ്വീകരിച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ ബാളം ബുട്ടംബർഗ് സംസ്ഥാനത്തെ ട്യൂബിംഗനിൽ സ്ഥിതി ചെയ്യുന്ന പഴക്കമേറിയ സർവകലാശാലയാണ് എബർഹാർഡ് കാൾസ് യൂണിവേഴ്സിറ്റി ഓഫ് ട്യൂബിംഗൻ. 1477 കൗണ്ട് എബർഹാർഡ് ഇം ബാർട്ടിന്റെ പ്രേരണയാൽ സ്ഥാപിതമായ ഈ യൂണിവേഴ്സിറ്റി യൂറോപ്പിലെ ഏറ്റവും പഴക്കം ചെന്ന സർവകലാശാലകളിൽ ഒന്നാണ്. കൂടാതെ ബുട്ടംബർഗ് ഡ്യൂക്ക് കാൾ യൂജന്റെ പേരും ഇതിന് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ തിരൂരിൽ സ്ഥിതി ചെയ്യുന്ന തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ പ്രഥമ മലയാളം ചെയർ 2015 ട്യൂബിംഗൻ യൂണിവേഴ്സിറ്റിയിൽ സ്ഥാപിതമായി. ആദ്യത്തെ മലയാളം ചെയറായി പ്രൊഫസർ ഡോക്ടർ സ്കറിയ സക്കറിയാണ് നിയമിതനായത്. 2022 ഒക്ടോബർ 18 സ്കറിയ സക്കറിയ അന്തരിച്ചു. വിശ്വാസികൾക്ക് ഒരൊറ്റ ജീവിത പങ്കാളി മതിയെന്ന ആഹ്വാനമായി കത്തോലിക്ക സഭ വിവാഹം എന്നത് സ്ത്രീയും പുരുഷനുമായുള്ള ജീവിതകാലം മുഴുവൻ നിലനിൽക്കേണ്ട സവിശേഷമായ വാഗ്ദാനമാണെന്നും അതിന്റെ വിശുദ്ധിയും സമൃദ്ധിയും മരണം വരെ കാത്തു സൂക്ഷിക്കണമെന്നും വിശ്വാസ സത്യങ്ങൾക്കായുള്ള കാര്യാലയം തയ്യാറാക്കി ലിയോ 14 മാർപ്പാപ്പ ഒപ്പുവെച്ച പുതിയ മാർഗരേഖ പുറത്തിറക്കി. ഓരോ മാന്യതയും ഒരേ അവകാശമുള്ള 2 വ്യക്തികൾ തമ്മിലുള്ളതാണ് വിവാഹം. അതിന്റെ തനിമ നിലനിർത്താൻ അവർ ബാധ്യസ്ഥരുമാണ്. കത്തോലിക്കർ ഒരൊറ്റ ജീവിത പങ്കാളിയെ മാത്രമേ കണ്ടെത്തേണ്ടതുള്ളൂ എന്നും ജീവിതാന്ത്യം വരെ അവരോട് വിശ്വസ്തത പുലർത്തണമെന്നും ഒന്നിലധികം പേരുമായുള്ള ലൈംഗിക ബന്ധം അരുതെന്നും രേഖയിൽ പറയുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ വിശ്വാസികൾ നാട്ടാചാരങ്ങൾ പിന്തുടർന്ന് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്നതിനെ മാർഗരേഖയിൽ നിശ്ചിതമായി വിമർശിക്കുന്നുമുണ്ട്. ആദ്യമായി യൂറോപ്പിന് പുറത്ത് ജനിച്ച ഒരു വൈദികൻ ജർമ്മൻ രൂപതയിൽ സഹായമെത്രാനാകും. വത്തിക്കാനും മൈൻസ് രൂപതയും സംയുക്തമായി പ്രഖ്യാപിച്ചതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള കർമ്മലീത്ത പുരോഹിതനായ ജോഷി ജോർജ് പൊട്ടക്കൽ എന്ന 48-കാരനെ ലിയോ 14 മാർപ്പാപ്പ
മൈൻസിലെ സഹായ മെത്രാനായി നിയമിച്ചു. 2004 മുതൽ ഫാദർ ജോഷി ജോർജ് പൊട്ടയ്ക്കൽ മൈൻസിൽ സേവനമനുഷ്ഠിക്കുന്നു. നഗര യുവജന ചാപ്ലയിൻ, ഇടവ വികാരി തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. നിലവിൽ രൂപത ക്യൂറിയയിലെ പുരോഹിതരിൽ സ്പെഷ്യലൈസ് ചെയ്ത പേഴ്സണൽ ഡയറക്ടറാണ് അദ്ദേഹം. 2026 മാർച്ച് 15 അദ്ദേഹത്തിന്റെ എപ്പിസ്കോപ്പൽ മെത്രാഭിഷേകവും നടക്കും. വടക്കൻ ആഫ്രിക്കയിലെ റോമൻ പ്രവിശ്യയായ ന്യൂമീഡിയയിലെ പ്രവർത്തനരഹിതമായ രൂപതയായ സെറാമുസയുടെ ടൈറ്റുലർ ബിഷപ്പായും പൊട്ടയ്ക്കൽ നിയമിക്കപ്പെടും. മൈൻസിൽ മതപരമായ ക്രമങ്ങൾക്കായുള്ള എപ്പിസ്കോപ്പൽ വികാരിയായി അദ്ദേഹം സേവനമനുഷ്ഠിക്കും. ഇന്ത്യൻ വംശജനാണെങ്കിലും ജർമ്മൻ പൗരത്വം നേടിയിട്ടുണ്ട്. ജർമ്മൻ ബിഷപ്സ് കോൺഫറൻസിലെ മൂന്നാമത്തെ വിദേശ വംശജനായ ഫാദർ ജോഷി ജോർജ് 1977 ജനിച്ചു. എറണാകുളം ജില്ലയിലെ ആരക്കുഴ പഞ്ചായത്തിലെ മീൻകുന്നമാണ് സ്വദേശം. 1996 കർമ്മലിത്ത സഭയിൽ ആദ്യ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 2003 പുരോഹിതനായി അഭിഷിക്തനായി. 2004 മുതൽ ജർമ്മനിയിൽ മുൻസ്റ്ററിലെ മത പുരോഹിതർക്കായുള്ള ഭാഷാ സ്കൂളിലും പാസ്റ്ററൽ സെമിനാരിയിലും പഠിച്ച അദ്ദേഹം 2006 മൈൻസിൽ സിറ്റി യൂത്ത് ചാപ്ലയിനും ആയും സേവനമനുഷ്ഠിച്ചു. 2009 ഇടവ വികാരിയായും പിന്നീട് ഡെപ്യൂട്ടി ഡീനും തുടർന്ന് ബെർഗ്സ്ട്രേറ്റ് പോസ്റ്റ് ഡീനറിയുടെ ആക്ടിംഗ് ഡീനുമായി. 2016 മുതൽ ജർമ്മനിയിൽ താമസിക്കുന്ന കർമ്മലിത്ത മതസഭയുടെ പ്രവിശ്യയിലെ അംഗങ്ങളുടെ റീജിയണൽ സുപ്പീരിയറായി അദ്ദേഹം. 2022 മുതൽ മൈൻസ് രൂപത ക്യൂറിയയിൽ പേഴ്സണൽ ഓഫീസറായി ജോലി ചെയ്യുന്നു. അടുത്ത പിൻഗാമിയെ നിയമിക്കുന്നവരെ അദ്ദേഹം ഈ റോളിൽ തുടരും. പാഡർബോണിലെ ആർച്ച് ബിഷപ്പായി ഉഡോ മാർക്കോസ് ബെൻസിനെ നിയമിച്ചതിനെ തുടർന്ന് 2024 മാർച്ച് മുതൽ മൈൻസ് രൂപതയ്ക്ക് സഹായ മെത്രാൻ ഇല്ലായിരുന്നു. 2023 അവസാനത്തോടെ നിയമനം ലഭിച്ചയുടനെ ബിഷപ്പ് കോൾഗ്രാഫ് വത്തിക്കാനിൽ പുതിയ സഹായ മെത്രാനെ വേണമെന്ന് അഭ്യർത്ഥിച്ചു. കോൾഗ്രാഫ് നിർദ്ദേശിച്ച 3 സ്ഥാനാർത്ഥികളുടെ ചുരുക്ക പട്ടികയിൽ നിന്നാണ് വത്തിക്കാൻ പൊട്ടയ്ക്കലിനെ തെരഞ്ഞെടുത്തത്. പൊട്ടയ്ക്കലിന്റെ നിയമനത്തോടെ ജർമ്മൻ ബിഷപ്പ് കോൺഫറൻസിൽ ഇപ്പോൾ ജർമ്മനിക്ക് പുറത്ത് ജനിച്ച 3 അംഗങ്ങൾ ഉണ്ടാകും. മ്യൂണിക്കിലെ സഹായ മെത്രാൻ റൂപ്പർട്ട് ഗ്രാഫ് സൂൾസ്റ്റോൾബെർഗ് സാൽസ്ബുർഗിലാണ് ജനിച്ചത്. ഉക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്കരുടെ അപ്പസ്തോലിക് എക്സാർക്കായ ബിഷപ്പ് ബോത്ഹാൻ ഡിസൂറാഖ് ജർമ്മൻ ബിഷപ്പ് കോൺഫറൻസിന്റെ ഉപദേശക അംഗമാണ്. അദ്ദേഹം ഉക്രൈനിലാണ് ജനിച്ചത്. 2026 മാർച്ച് 15 മൈൻസ് കത്തീഡ്രലിലാണ് എപ്പിസ്കോപ്പൽ മെത്രാഭിഷേകം നടക്കുന്നത്. 2023 പാഡർബോണിന്റെ ആർച്ച് ബിഷപ്പായി നിയമിതനായ നിലവിലെ സഹായ ബിഷപ്പ് ഉഡോ മാർക്കോസ് ബെൻസിന്റെ പിൻഗാമിയായി പൊട്ടയ്ക്കൽ സ്ഥാനമേൽക്കും. അതത് രൂപതാ ബിഷപ്പിനെ ഒരു സഹായം മെത്രാനായി സഹായിക്കും. ഏകദേശം 6 ലക്ഷത്തോളം കത്തോലിക്കരുള്ള മൈൻസ് രൂപത ജർമ്മനിയിലെ ഏറ്റവും പഴക്കമേറിയതും പരമ്പരാഗതവുമായ രൂപതകളിൽ ഒന്നാണ്. റൈൻലാൻഡ് ഫാൽസ്, ഹെസ്സെ എന്നിവയുടെ ഭാഗങ്ങളും ബാഡൻ വുട്ടംബെർഗിന്റെ ഒരു ചെറിയ ഭാഗവും അതിന്റെ പ്രദേശത്ത് ഉൾപ്പെടുന്നു. നിലവിൽ പീറ്റർ കോൾഗ്രാഫാണ് മൈൻസിലെ ബിഷപ്പ്. കർമ്മലീറ്റൻ സഭയിലെ ഒരു യുവ അംഗമെന്ന നിലയിൽ വളരെ വ്യത്യസ്തമായ സ്വപ്നങ്ങളുള്ള ആളെന്ന നിലയിൽ വടക്കേ ഇന്ത്യയിലോ ആഫ്രിക്കയിലോ മിഷണറി ജോലി, പിന്നീട് ജർമ്മനിയിലെത്തിയ ശേഷം അടുത്ത കാലം വരെ വിദേശത്ത് ജർമ്മൻ പാസ്റ്ററൽ പരിചരണത്തിനായി തെരഞ്ഞെടുത്തതായി നിയുക്ത ബിഷപ്പ് പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി 13-കാരിക്ക് അശ്ലീല സന്ദേശം അയച്ച മലയാളി യുവനേഴ്സ് UK-യിൽ അറസ്റ്റിലായി. കോട്ടയം കുറവിലങ്ങാട് സ്വദേശിയായ ജിതിൻ ജോസാണ് അറസ്റ്റിലായത്. ആൽവിൻ എബ്രഹാം എന്ന പേരിലാണ് ജിതിൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോട് സെക്സ് ചാറ്റിംഗ് നടത്തിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ചാറ്റിംഗ് നടത്തിയെന്ന് ജിതിൻ കുറ്റസമ്മതം നടത്തി. ദേവാലയ ശുശ്രൂഷകനും മതപഠന അധ്യാപകനുമായ ഇയാൾ 11 വയസ്സിന് താഴെ പ്രായമുള്ള 4 കുട്ടികളുടെ പിതാവാണെന്നും വെളിപ്പെടുത്തുന്നു. അറസ്റ്റിനെ തുടർന്ന് ജിതിനെ ചോദ്യം ചെയ്യുന്നതും കുറ്റസമ്മതം നടത്തുന്നതുമായ വീഡിയോ ചൈൽഡ് ഓൺലൈൻ സേഫ്റ്റി ടീം ഫേസ്ബുക്ക് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. ജിതിൻ 13 വയസ്സിന് താഴെയുള്ള ഒന്നിലധികം കുട്ടികളുമായി ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നാണ് ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തുന്നത്. ചൈൽഡ് ഓൺലൈൻ സപ്പോർട്ട് ടീമാണ് ജിതിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ വിചാരണ പൂർത്തിയാകുന്നതോടെ 1 വർഷത്തിലധികം നീണ്ട ശിക്ഷ ലഭിച്ചേക്കുമെന്നാണ് സൂചന. തുടർന്ന് നാടുകടത്തലും ഉണ്ടാവും. ജിതിൻ 3 വർഷം മുമ്പാണ് ബ്രിട്ടനിലെത്തിയത്. നാട്ടിൽ നഴ്സായി ജോലി ചെയ്ത ജിതിൻ കെയർ അസിസ്റ്റന്റ് ആയിട്ടാണ് നിലവിൽ ജോലി ചെയ്തിരുന്നത്. ബ്രിട്ടനിലെ സ്റ്റോക്ക്പോർട്ടിൽ എത്തിയ കാലം മുതൽ തന്നെ പള്ളിയുമായി ഏറെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു ആളായിരുന്നു. ദേവാലയ ശുശ്രൂഷകനും മതപഠന ക്ലാസുകളുടെ ചുമതലയും വഹിച്ചിരുന്നു. എന്നാൽ ഇയാളുടെ അറസ്റ്റിലൂടെ പൊയ്മുഖം വെളിവായതിൽ സ്റ്റോക്ക്പോർട്ടിലെ മലയാളി സമൂഹം ഞെട്ടിയിരിക്കുകയാണ്. ഒപ്പം നാണക്കേടിന്റെ ഓളപ്പരപ്പിലുമാണ്. കഴിഞ്ഞ വർഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഓരോ 10 മിനിറ്റിലും ഒരു സ്ത്രീ അവളുമായി അടുപ്പമുള്ളവരാൽ കൊല്ലപ്പെട്ടുവെന്ന് UN റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഏകദേശം 50,000 സ്ത്രീകളും പെൺകുട്ടികളും അടുത്ത പങ്കാളികളാലോ കുടുംബാംഗങ്ങളാലോ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്.
2026 ഏപ്രിൽ മുതൽ ബ്രിട്ടനിൽ മിനിമം വേതനം വർദ്ധിപ്പിക്കുമെന്ന് കെയർ സ്റ്റാർമർ സർക്കാർ അറിയിച്ചു. 21 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മണിക്കൂറിൽ 50 പെൻസ് വർദ്ധിപ്പിച്ച് 12.71 പൗണ്ടാക്കും. മിനിമം വേതനം 18-നും 20-നും ഇടയിൽ പ്രായമുള്ളവരുടെ വേതനത്തിലും 85 പെൻസിന്റെ വർധനവുണ്ടാകും. അപ്രന്റീസുമാർക്ക് 45 പെൻസാണ് വർദ്ധിപ്പിച്ചത്. ഏകദേശം 27 ലക്ഷത്തോളം പേർക്ക് ഇതുകൊണ്ട് പ്രയോജനം ലഭിക്കുമെന്നാണ് ചാൻസലർ റേച്ചൽ റീവ്സ് അവകാശപ്പെടുന്നത്. അടുത്ത വർഷം ഏപ്രിൽ മുതലായിരിക്കും ഈ വർധനവ്. പാർക്ക് ചെയ്ത കാറിൽ നിന്ന് യുവാവിനെ വലിച്ചിറക്കി കാമുകിയെ റേപ്പ് ചെയ്ത അനധികൃത കുടിയേറ്റക്കാരെന്ന് റിപ്പോർട്ട്. ഇറ്റലിയിൽ വമ്പൻ ജനരോഷമാണ് ഇതിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. പാർക്ക് ചെയ്ത കാറിൽ നിന്ന് യുവാവിനെ വലിച്ചിറക്കി കാറിലുണ്ടായിരുന്ന അയാളുടെ പ്രതിശ്രുത വധുവായ 18-കാരിയെ അഭയാർത്ഥികളായി എത്തിയവർ ബലാത്സംഗം ചെയ്തു എന്നാണ് ഇറ്റാലിയൻ പോലീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിക്രൂരമായ ബലാത്സംഗ സംഭവം നഗരത്തിന്റെ കിഴക്കൻ ഭാഗത്തുള്ള താരതമ്യേന ശാന്തമായ സ്ഥലത്താണ് നടന്നത്. പ്രതിശ്രുത വരനും വധുവും അല്പം സ്വകാര്യ തേടിയായിരുന്നു ശാന്തമായ പാർക്കിൽ എത്തിയത്. കാർ പാർക്ക് ചെയ്ത് അധികം താമസിയാതെ തന്നെ ഒരു സംഘം ആളുകൾ ഇവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് യുവതിയെ കാറിൽ നിന്നും വലിച്ചു പുറത്തിറക്കി കൂട്ടത്തോടെ ബലാത്സംഗമായിരുന്നു. യുവാവാണ് പോലീസിൽ പരാതിപ്പെട്ടത്. തുടർന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ 3 മൊറോക്കൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുണ്ട്. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിലെ ചാരമേഘം ഇന്ത്യൻ വിമാന സർവീസുകളെ ബാധിച്ചു. അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ചാരത്തിന്റെയും പുകയുടെയും നിറഞ്ഞ ഒരു മേഘം വായുവിൽ ഉയർന്നു നിൽക്കുകയാണ്. ചൂടുള്ള മേഘങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് നീങ്ങിയതിനാൽ വിമാന സർവീസുകൾ റദ്ദാക്കാൻ കാരണമായി. സ്ഫോടനത്തെ തുടർന്ന് നിരവധി രാജ്യങ്ങളിലൂടെ ഒഴുകിയെത്തിയ ചാരമേഘം ഇന്ത്യയിലെ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കാൻ കാരണമായി. എരിത്രിയൻ അതിർത്തിക്കടുത്തുള്ള അഫാർ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ദീർഘനേരം നിഷ്ക്രിയമായിരുന്ന ഹെയ്ലി ഗബ് അഗ്നിപർവ്വതമാണ് ഞായറാഴ്ച പൊട്ടിത്തെറിച്ചത്. 12,000 വർഷത്തിനിടെയാണ് ഇതാദ്യമായി പൊട്ടിത്തെറിക്കുന്നത്. ഇതിന്റെ ചാരമേഘം 14 കിലോമീറ്റർ ചുറ്റളവിലും വിതറിയിരുന്നു. തുടർന്നാണ് ചെങ്കടലിന് കുറുകെ യമൻ, ഒമാൻ, പാകിസ്ഥാൻ, വടക്കേ ഇന്ത്യ എന്നിവിടങ്ങളിലേക്ക് നീങ്ങിയത്. ഇത്തവണത്തെ ക്രിസ്മസിന് പുതുമ പകരാൻ കുമ്പിൾ ക്രിയേഷൻസ് വീണ്ടും ക്രിസ്മസ് ആൽബം പുറത്തിറക്കുന്നു. 1999, 2003, 2015, 2019, 2021, 2022, 2023, 2024 വർഷങ്ങളിലെ ക്രിസ്മസ് ഹിറ്റുകൾക്ക് ശേഷമാണ് 2025 അതായത് ഇക്കൊല്ലവും പുതിയ ക്രിസ്മസ് മെലഡി ക്രിസ്മസ് ഇൻ ഹാപ്പിനെസ് കുമ്പിൾ ക്രിയേഷൻസ് പുറത്തിറക്കുന്നത്. ഇതിന്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ജോസ് കുമ്പിളുവേലിലും സംഗീത സംവിധാനം ഷാൻഡി ആന്റണി അങ്കമാലിയുമാണ്. വളരെ മനോഹരമായ ഈ ഗാനം ആലപിക്കുന്നത് ഫാദർ ബിബിൻ ജോർജ് ആണ്. ഇതിന്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിരിക്കുന്നത് ബിനു മാതിരമ്പുഴയാണ്. നവംബർ 29 ശനിയാഴ്ച രാവിലെ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബിലൂടെ ക്രിസ്മസ് ഇൻ ഹാപ്പിനെസ് എന്ന അതിമനോഹരമായ ക്രിസ്മസ് മെലഡി ശ്രോതാക്കൾക്കായി പുറത്തിറക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഞങ്ങളുടെ പുതിയ സംഗീതം ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.